ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം മുതൽ 44-ാമത്തെ വാക്യം വരെ. അവർ കല്ല് നീക്കി, 41 തൊട്ട് അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. മതി. നമ്മളിവിടെ വായിച്ച വേദഭാഗം കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അവർ കല്ല് നീക്കി, യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ലാസർ കർത്താവിന് പ്രിയമായ മനുഷ്യനാണ്. പലപ്പോഴും ആ ഭവനത്തിൽ ചെല്ലുകയും വിശ്രമിക്കുകയും പതിവാണ്. അപ്പോൾ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബം, കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഒരു രോഗത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായി. രോഗത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാവുകയും ഈ കുടുംബനാഥനായ ലാസർ ക്ഷീണിതനാവുകയും താൻ മരണാസന്നത ആകുന്ന ഒരു സന്ദർഭം വരികയും തന്നെ ചികിത്സിച്ചിരുന്ന വൈദ്യന്മാർ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞു, ഇനി ചികിത്സിക്കണ്ട, ഇനി എത്രയും പെട്ടെന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞു വിട്, യേശു കർത്താവ് അവിടെ വന്നാൽ സൗഖ്യം ഉണ്ടാകും. അപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോൾ യേശു അവര് പറഞ്ഞത് കേട്ടുവെങ്കിലും ഉടൻ തന്നെ പോയില്ല. യേശു അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം ലാസർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിന് ശേഷം യേശുവിടെ വരികയാണ്, ലാസറിനെ അടക്കിയ കല്ലറയ്ക്കൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പിതാവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചില വൈകലുകൾ, അതായത് ചില അപേക്ഷകൾ, കർത്താവിൻ്റെ മുൻപിൽ പറയുന്ന ചില അപേക്ഷകൾ കർത്താവ് കേൾക്കാഞ്ഞിട്ടല്ല, കർത്താവ് കേട്ടുവെങ്കിലും അതിനുടൻ തന്നെ മറുപടി കൊടുക്കാതെ ചില ദിവസങ്ങൾ താമസിക്കുകയും അത് അവസാനം ലാസറിന്റെ മരണത്തിൽ കലാശിക്കുകയും മരിച്ച് അടക്കം ചെയ്ത് 4 ദിവസം വരെ താമസിക്കുകയും ചെയ്യും. നമ്മുടെ പ്ലാനുകൾ ചിലപ്പോഴൊക്കെ ദൈവം കേട്ടുവെങ്കിലും ആ പ്ലാൻ അപ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് വേദപുസ്തകം പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ പ്ലാനുകളല്ല ദൈവത്തിന്റെ പ്ലാൻ. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതും കർത്താവ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതും ചിലപ്പോഴൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കാം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പോൾ തന്നെ ദൈവം നിവർത്തിച്ച് തരണമെന്നും നിർബന്ധമില്ല. അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുമെന്നും നമ്മളോടൊന്ന് ചോദിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്തിന് ചില മറുപടികൾ വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ചില നമ്മുടെ പ്രാർത്ഥനകളിലെ ചിലപ്പോൾ നമ്മുടെ ചില ലക്ഷ്യങ്ങളുണ്ട്. ചില ലക്ഷ്യങ്ങളൊന്ന് റിഫൈൻ ചെയ്യപ്പെടുന്ന വന്നേക്കാം. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ളൊരു കാര്യം ഹന്നായുടെ പ്രാർത്ഥന. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഹന്ന ദൈവസ്ഥനെ ഇങ്ങനെ പറഞ്ഞാണ്, ദൈവമേ പെനീന എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവളുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ ഒരു കൊച്ചിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കാണാം. കാരണം അവളുടെ പശ്ചാത്തലത്തിൽ നിന്നാണല്ലോ ഓരോ പ്രാർത്ഥനകൾ വരുന്നത്. പക്ഷെ ദൈവത്തിന്റെ മറുപടി പെനീനയുടെ മുമ്പിൽ അവള് നിന്ദിക്കപ്പെട്ടതിനെ മാറ്റാനൊന്നും അതല്ല ദൈവത്തിന്റെ പ്രയോറിറ്റി. അതുപോലെ അവളെ എന്ന് പറഞ്ഞു കാണും, എൻ്റെ ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് ആ ഭർത്താവിന്റെ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി എനിക്കൊരു കുഞ്ഞിനെ തരണം. അപ്പൊ പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രയോറിറ്റി അതല്ല. അപ്പൊ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൾ ചെന്ന് പറഞ്ഞു കാണും, എൻ്റെ നിന്ന മാറ്റാനും
പെനീനയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുമുള്ള മറുപടി എനിക്ക് വേണ്ട കേട്ടോ. എന്റെ ഭർത്താവിന്റെ സ്നേഹം തിരിച്ചു പിടിക്കാനും ഒക്കെ ഉള്ള ഒരു മറുപടി എനിക്ക് വേണ്ട. പക്ഷെ എനിക്ക് ഒരു കുഞ്ഞിനെ തരണം. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ കുഞ്ഞിനെ അങ്ങേക്ക് വേണ്ടി വളർത്താൻ വേണ്ടി. അപ്പൊ അവിടെ ലക്ഷ്യം ക്ലിയർ ആയി. ചില മറുപടികൾ വൈകി 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 പോകുന്നത് ആ കറക്റ്റ് ലക്ഷ്യം വരെ വരാനാണ്. കാരണം ദൈവം ഹന്നയെ മക്കളില്ലാത്തവളാക്കിയത് ദൈവമാണ്. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുണ്ട്, ദൈവം അവളുടെ ഗർഭം അടച്ചിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി ശമൂവേൽ എന്നൊരു ബാലകൻ അവിടെ ജനിക്കണം. ആ ബാലകൻ ഇസ്രായേലിനെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ആ ബാലകൻ ഇസ്രായേലിന്റെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കണം. ഒരു ജനത്തെ മുഴുവൻ ദൈവത്തോട് അടുപ്പിച്ചു നിർത്തണം. അങ്ങനെ ദൈവത്തോട് അടുപ്പിച്ചു നിർത്തുന്ന ശമൂവേൽ ബാലകന്റെ അകത്ത് ആത്മീക നിലവാരം എന്ന് പറയുന്നത് വളരെ ഉന്നതമായതായിരിക്കണം. അത്രയും ഉന്നതമായ ആത്മീയ നിലവാരം ആ കൊച്ചിന്റെ അകത്ത് കൊടുക്കണമെങ്കിൽ ഒരമ്മയുടെ അകത്ത് അതുപോലെ ഉന്നതമായ ആത്മീയ നിലവാരം ഉണ്ടാകണം. ഇതെല്ലാം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദൈവം ആ പ്രാർത്ഥനാ വിഷയത്തിന് നോ പറയുന്നത്. ദൈവം മറുപടി വൈകിക്കുന്നത്. ഉദ്ദേശങ്ങൾ മാറി 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 അവസാനം കറക്റ്റ് ഉദ്ദേശത്തിലേക്ക് ആ പ്രാർത്ഥന വന്നു മുട്ടി. അവിടെ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ നിന്ദിക്കപ്പെടുന്ന ഇവിടുത്തെ വിഷയമല്ല, ഭർത്താവിന്റെ സ്നേഹവും സ്നേഹമില്ലായ്മ ഇവിടുത്തെ വിഷയമല്ല. ഈ ഭൂമിയിൽ എന്റെ നന്മ അവിടെ നിൽക്കട്ടെ. ഈ ഭൂമിയിൽ എന്റെ ഉയർച്ച അവിടെ നിൽക്കട്ടെ. ഈ ഭൂമിയിൽ ഞാൻ നിന്ദിക്കപ്പെടാത്ത അവിടെ നിൽക്കട്ടെ. എന്റെ വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് മറന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ ലക്ഷ്യം, അങ്ങയുടെ ഉദ്ദേശം, അങ്ങയുടെ ആഗ്രഹം. അതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ പദവി, നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറക്കുന്ന ഒരു ഉദ്ദേശശുദ്ധി, അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ മാറ്റിവെച്ച് അങ്ങയുടെ ആഗ്രഹം, അങ്ങ് പറയുന്ന, അങ്ങ് ചിന്തിക്കുന്നത്, അങ്ങനെ കുറിച്ച് നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ ഉദ്ദേശം വളർന്നു കഴിയുമ്പോഴായിരിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. Praise the Lord, hallelujah. അത് തന്നെയാണ് ലാസറിന്റെ ഭവനത്തിൽ സംഭവിച്ചത്. ഞാനും ഞങ്ങളുടെ കുടുംബവും കർത്താവും തമ്മിലുള്ള ബന്ധം, ലാസറും കർത്താവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ലാസറിന്റെ സഹോദരിമാര് കർത്താവിടെ വരുമ്പോ കർത്താവിന് ശിഷ്യന്മാർക്കും വെച്ചു വിളമ്പി കൊടുക്കുന്നത്, ആ ദേശത്തിന് നടുവിൽ കർത്താവിന് ആശ്വസിക്കാനുള്ള അതുപോലെ അടുത്തിടപഴകുന്ന, തമാശ പറയുന്ന, അത്രയും അടുത്തിടപഴകുന്ന ഒരു കുടുംബം. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ അവർക്കൊരു പേരുണ്ട്. ഈ കുടുംബം കർത്താവിന്റെ അടുത്ത ആൾക്കാരായതുകൊണ്ട് ഈ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇവര് കർത്താവിന്റെ അടുത്ത ആൾക്കാരായതുകൊണ്ട് ഈ കുടുംബം രക്ഷപ്പെട്ടു. ഇവിടെ ഒന്നും രോഗം വാഴത്തില്ല, ഇവിടെ ഒന്നും മരണം വിസിറ്റ് ചെയ്യത്തില്ല. ഈ കുടുംബം കർത്താവിന് വേണ്ടി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഭൂമിയിൽ നേട്ടങ്ങൾ ഉണ്ടാവും, മറ്റുള്ളവരോടും മാന്യത ഉണ്ടാവും, ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ആളുകൾ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ ഇവരെ കുറിച്ച് ആളുകൾ പ്രശംസിക്കത്തക്കവണ്ണം എന്നും ഇവർക്ക് നന്മ വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്ന് പൊളിച്ചെഴുതണമായിരുന്നു. ശരിയും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനത്തിലും രോഗം വരുമെന്നും, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനത്തിലും ക്രൈസിസ് ആഞ്ഞടിക്കുമെന്ന്, കൊടുങ്കാറ്റ് അടിക്കുമെന്ന്, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനത്തിലും മരണത്തിന്റെ തണുത്ത സ്പർശനം വന്നേക്കാമെന്നും, കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ വിഷയങ്ങൾ മാറുക എന്നുള്ളതല്ലെന്നും അവരൊന്ന് തീരുമാനിക്കണമായിരുന്നു. ആ ലെവൽ വരെ ഉദ്ദേശമൊന്നും മാറണമായിരുന്നു. ഞാൻ വരച്ച വരയിൽ, ഞാൻ വിളിച്ചെടുത്ത്, ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്തു തരാൻ കർത്താവിനെ ആളയച്ച് പറഞ്ഞിരിക്കുമ്പോ കർത്താവിന്റെ മുൻഗണനകളൊക്കെ മാറ്റിവെച്ച് എന്റെ അടുക്കൽ വന്ന് എന്റെ കാര്യം നിവർത്തിച്ചു തരുന്ന ഒരു ഉപകരണമായി കർത്താവിനെ കാണുന്ന ലെവലൊക്കെ ഒന്ന് മാറ്റി മറിക്കണമായിരുന്നു. എന്നിട്ട് എന്റെ ലക്ഷ്യങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കട്ടെ, ഞാൻ നിന്ദിക്കപ്പെടുന്ന അങ്ങോട്ട് മാറി നിൽക്കട്ടെ, നാട്ടുകാരെന്നെ കുറിച്ച് പറഞ്ഞ ചില്ലി കൊട്ടാരം മുഴുവനും തകർന്നടിഞ്ഞോട്ടെ. ഞാനും കർത്താവും നമ്മളുടെ വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ നേട്ടങ്ങളെ കുറിച്ച് ആൾക്കാർ പ്രശംസിച്ച് പറയുന്നു. ഒക്കെ ചീട്ട് കൊട്ടാരം പോലെ, പളങ്ക് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞില്ലാതെയായി കഴിയുമ്പോ, മരിച്ച് അടക്കി ആമേൻ കല്ലറ മുദ്ര വെച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച അവസ്ഥ വന്നു കഴിയുമ്പോ കർത്താവ് വന്നിച്ച് പറയുക, നീ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട് ദൈവമക്കളെ. എന്റെ നിന്ദയുടെ ആഴം വരെ ഞാൻ ചെന്നാലും എന്റെ കർത്താവിനെ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. നാട്ടുകാരുടെ മുഴുവന് അവൻ കണ്ണിൽ എനിക്ക് വേണ്ടി അവൻ കെട്ടിപ്പോക്കപ്പെട്ടിരിക്കുന്ന സകല പളങ്ക് കൊട്ടാരങ്ങളും തകർന്നടിഞ്ഞ്
കഴിയുമ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. എന്നെ കുറിച്ച്, എന്റെ ഭൗമിക നന്മകളെ കുറിച്ച്, ക്രിസ്തുവുമായുള്ള ബന്ധം കൊണ്ട് എനിക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞവര് മുഴുവനും തിരുത്തി പറയുമ്പോഴും ഞാൻ തിരുത്താതെ നിലനിൽക്കുന്ന അളവിലുള്ള ഒരു വിശ്വാസമുണ്ട്. അതാണ് ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത്. അത് രൂപപ്പെടാൻ വേണ്ടിയായിരിക്കാം ചില മറുപടികൾ വൈകുന്നത്. താങ്ക് യു ജീസസ്. ചിലപ്പോ ചില മറുപടികൾ വൈകുന്നത് നമ്മുടെ സഹനം വർദ്ധിക്കാൻ വേണ്ടിയായിരിക്കും. നമുക്കറിയാമല്ലോ, മാനുഷികമായൊരു സ്വഭാവമുണ്ട്. ഇപ്പൊ എന്റെ കാര്യം നടക്കും. ചില കുട്ടികളുണ്ട്, അപ്പനോടും അമ്മയോടും ഒരു കാര്യം പറയും, പറഞ്ഞ് തീരുമ്പോ നടത്തി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു പിടിവാശി പിടിക്കും. പിന്നെ അവർ ഇട്ടേച്ച് പോകും. ചിലപ്പോ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ചിലപ്പോ വീട്ടിലെ സാധനങ്ങൾ തല്ലി തകർക്കും. ഇങ്ങനെയുള്ള മക്കളാണ് മാതാപിതാക്കളുടെ തലവേദന. ദൈവമക്കൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ സ്വർഗീയ അപ്പന്റെ തലവേദനയാ ദൈവമക്കൾ. ഇങ്ങോട്ട് വന്നൊരു കാര്യം ഇങ്ങോട്ട് പറയും, അതിനകത്ത് നന്മയുണ്ടോ തിന്മയുണ്ടോ അതൊന്നും മൈൻഡ് ചെയ്യരുത്, ഞാൻ എന്ത് പറഞ്ഞു അത് ചെയ്തു തന്നേക്കണം എന്ന് പറയുന്ന പിടിവാശിക്കാരായ മക്കൾ സ്വർഗീയ അപ്പന്റെ തലവേദനയാണ്. കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സ്വർഗീയ അപ്പനൊരു തോന്നലുണ്ടാകും, ഇങ്ങനെ പോയി അവസാനം നരയെ കുഴിച്ചെന്ന് ചാടും. ഒരു സഹനത്തിന്റെ പാത എന്റെ കൊച്ചു പഠിക്കണം. അതിനുവേണ്ടി കർത്താവ് അങ്ങ് സൈലന്റ് ആകും. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല, എത്ര ചോദിച്ചിട്ടും മറുപടിയില്ല, ഏതൊക്കെ വിധത്തിൽ പ്രഷറൈസ് ചെയ്തിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പഠിക്കുന്ന ചില ആത്മീക പാഠങ്ങളുണ്ട്. ആ പാഠം പഠിച്ചു കഴിയുമ്പോ കർത്താവിന്റെ മറുപടിക്ക് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. ഏതായിരിക്കാം ആ പാഠം? എന്റെ അപ്പാ, എന്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹവും ഞാൻ അങ്ങയുടെ മുൻപിൽ വന്ന് പിടിവാശി പിടിക്കുന്നത്, അങ്ങ് മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചു കളഞ്ഞാലും എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്. എന്റെ പ്രാർത്ഥനകളും എന്റെ പിടിവാശിയും ഞാൻ പറയുന്ന ടൈം ലൈനും അങ്ങ് നിവർത്തിക്കാതെ അങ്ങ് മുഖം തിരിച്ചിരിക്കുമ്പോഴും എനിക്ക് അങ്ങയോട് പ്രിയമുണ്ട്. ഇങ്ങനെയുള്ള ഒരു അളവ് വരെ നമ്മുടെ എൻഡ്യൂറൻസ്, നമ്മുടെ സഹനം വളർന്നു 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 വരുമ്പോ സ്വർഗീയ പിതാവിന് എനിക്ക് മറുപടി തരാതിരിക്കുന്നത് കൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്നിൽ നിറവേറ്റുവാനിടയായി. നന്ദി യേശുവേ, സ്തോത്രം. അബ്രഹാമിന് ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് കർത്താവ് പറഞ്ഞതിന് 25 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് പല ഉത്തരങ്ങൾ ഒരുപക്ഷെ അത് ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് സാറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്ഷമയില്ലായ്മയായിരുന്നിരിക്കാം. ഒരുപക്ഷെ ദൈവത്തിന്റെ പദ്ധതി അവരിൽ നിറവേറിയിട്ട് വേണം ഇസ്ഹാക്കിനെ കൊടുക്കാൻ വേണ്ടി. കാരണം ഇസ്ഹാക്കിലേക്ക് ഈ മാതാപിതാക്കൾ രണ്ടുപേരും പകരേണ്ടിയ ചില ആത്മീകമായ അടിസ്ഥാനങ്ങളുണ്ട്. അബ്രഹാമിന് ശേഷം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പാരമ്പര്യം എന്ന് പറയുന്ന ആത്മീക പൈതൃകമാണ്. അതായത് അബ്രഹാമിന് ഈ വെളിപ്പാട് കിട്ടിയത് ദൈവത്തിന്റെ കൃപയാണ്. പക്ഷെ ഈ വെളിപ്പാട് അബ്രഹാമിന്റെ മകനിലേക്ക് അബ്രഹാം പകരണമെങ്കിൽ അബ്രഹാമിൽ കുറെ പ്രവൃത്തി നടക്കണം. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി അങ്ങനെ ഒരു കൊച്ചിനെ സ്വർഗീയ വെളിപ്പാട് വളർത്തിയെടുക്കണമെങ്കിൽ ഈ സാറായിയുടെ അകത്ത് കുറെ രൂപപ്പെടൽ നടക്കണം. ഇതൊന്നും ക്ഷമയില്ലാത്ത വ്യക്തിയായിരിക്കുന്ന സാറായിക്ക് ക്ഷമയുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹാഗാറിലൂടെ കൊച്ചു വേണമെന്നൊക്കെ ആഗ്രഹിച്ച ക്ഷമയില്ലായ്മയൊക്കെ കാരണമായിരിക്കാം. ഇച്ചിരി കൂടെ പരുവപ്പെടട്ടെ, ഇച്ചിരി കൂടെ രൂപപ്പെടട്ടെ, ഒരു കൊച്ചിനെ കൊടുത്താൽ ആ കൊച്ചിനെ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കാനുള്ള മാനസിക രീതിയിലേക്ക് അവർ വളർന്നു വരട്ടെ എന്ന് കർത്താവ് കാത്തിരിക്കുകയാണ്. ഒടുവിൽ സമയം വന്നപ്പോഴും സാറ ചിരിക്കുക. നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അവള് ചിരിച്ചു. ഉടൻ തന്നെ പറഞ്ഞ കർത്താവിന്റെ ശബ്ദം അവിടെ മുഴങ്ങി. സാറ ചിരിച്ചത് എന്തുകൊണ്ട്? അവര് ചിരി എന്ന് പേരിട്ടു. പക്ഷേ ഒരു കാര്യം അവിടെ ഉണ്ടായി. ഇവർ രണ്ടുപേരും ഒരു ലെവൽ വരെ വളർന്നു വരണമെന്ന് അവരുടെ സഹനത്തെ തുടർന്നും ദൈവ ശോധന ചെയ്തുകൊണ്ടേയിരുന്നു.
അവൻ കൊച്ചിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അബ്രഹാമിന് ഒറ്റ രക്ഷയുള്ളൂ. ഈ കൊച്ചിനെ ഒരു വില്ലാളി വീരനാക്കണം, ഈ കൊച്ചിന് ആയുധത്തിന്റെ ട്രെയിനിങ് കൊടുക്കണം, ഈ കൊച്ചിന് ജ്ഞാനത്തിന്റെ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുത്ത് അവസാനം മനസ്സിലായി ദാനത്തെ ദാതാവിനേക്കാൾ കൂടുതൽ വിഗ്രഹമാക്കി മാറ്റുന്ന അവസ്ഥ വന്നപ്പോൾ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പൈതലിനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ എനിക്ക് യാഗമർപ്പിക്കും. വേണമെങ്കിൽ അബ്രഹാമിന് ദൈവത്തെ ഉപേക്ഷിച്ച് പൈതലുമായിട്ട് പോകാം, പക്ഷെ ചരിത്രം അവിടെ നിൽക്കുകയാണ്. അടുത്തയാളെ ദൈവം തിരഞ്ഞെടുക്കും. പക്ഷെ അബ്രഹാം പറഞ്ഞു, ഞാൻ യാഗമർപ്പിക്കാൻ തയ്യാറാണ്. ആ കൊച്ചിനെ യാഗപീഠത്തിലേക്ക് കടത്തി കൊല്ലാൻ വേണ്ടി കത്തി മേലോട്ട് ഉയർത്തിയപ്പോ ദൈവം വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഈ ബാലനേക്കാൾ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നീ എന്റെ മുമ്പിൽ തെളിയിച്ച് തന്നിരിക്കാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഞാൻ നിന്നെയും നിന്റെ പൈതലിനെയും നിന്റെ ഭാവിയെയും അനുഗ്രഹിക്കാൻ പോകുന്നു. ചില മറുപടികൾ വൈകുന്നത് നമ്മുടെ സഹനം വർദ്ധിക്കാൻ വേണ്ടിയായിരിക്കാം. ദൈവവൈതലെ പലപ്പോഴും സഹനമില്ലാതെ ദൈവോൻപാകെ പിറുപിറുക്കുന്ന അവസ്ഥകൾ, ദൈവോൻപാകെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ, ദൈവത്തെ വിട്ടുപോകുന്ന അവസ്ഥകൾ, ദൈവത്തോട് മറുതലിക്കുന്ന അവസ്ഥകൾ, ദൈവത്തോട് ദേഷ്യപ്പെടുന്ന അവസ്ഥകൾ, ഇതൊക്കെ കാണുമ്പോൾ തമ്പുരാന്റെ മറുപടി പിന്നെ വൈകും. ഒരു നിമിഷം വരുമ്പോൾ, അപ്പാ, എന്റെ മറുപടി പോലും എനിക്ക് വിഷയമല്ല, അങ്ങാണ് എന്റെ വിഷയമെന്ന് പറയുന്ന നിമിഷത്തിൽ ഒരുപക്ഷെ ആ സഹനത്തിന്റെ ടെസ്റ്റ് നാം ജയിച്ചു കഴിയുമ്പോ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നിറവേറിയേക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലപ്പോ കർത്താവിന്റെ മറുപടികൾ വൈകുന്നത് നമ്മൾ പോലും ചിന്തിക്കുന്നില്ല. ചിലതൊക്കെ നമ്മുടെ വിഗ്രഹമാണെന്ന് ചിന്തിച്ചുകൂടെ. ഇങ്ങനെ ആ വീട്ടിലെ ഏക ആൺതരി ഈ സഹോദരനാണ്, ലാസറാണ്. ആ രണ്ട് സഹോദരിമാർക്ക് ഏക ആശ്രയിക്കാനുള്ളത് ലാസറാണ്. ലാസർ അല്ലാതെ അവരുടെ ജീവിതത്തിൽ വേറൊരു അഭയസ്ഥാനമില്ല. അവര് കല്യാണം കഴിച്ചവരാണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ വകുപ്പില്ല. അവിടെ ഈ രണ്ട് സഹോദരിമാര് എപ്പോഴും ലാസറിനെ മുന്നിൽ നിർത്തുന്നത് അവരുടെ ജീവിതത്തിന്റെ വലിയൊരു വിഗ്രഹമായിട്ടായിരിക്കാം. ലാസർ പോലും അവിടെ വിവാഹം കഴിച്ചതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഈ സഹോദരിമാരെ നോക്കാൻ ഈ സഹോദരനും, ഈ സഹോദരനെ നോക്കാൻ ഈ സഹോദരിമാരും, ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു ഐഡലായിട്ട് ഈ മനുഷ്യനെ വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ സഹോദരിമാർക്ക് ഒരു കാര്യം മനസ്സിലായി, മനുഷ്യന്റെ ആശ്രയമോ അത് വേണ്ട. ചിലർ രഥങ്ങളിൽ, ചിലർ കുതിരകളിൽ ആശ്രയിക്കും. എന്നാൽ ഞങ്ങളോ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വിഗ്രഹം പോലെ നീ കൊണ്ടു നടക്കുന്ന ചില വിഷയങ്ങളെ നിന്റെ മുൻപിൽ തച്ചുടയ്ക്കുന്നത് കാണുമ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കല്ലേ ദൈവവൈതലേ. ആ വിഗ്രഹത്തെ ഒന്ന് മാറ്റിയിട്ട് എന്റെ കർത്താവ് മാത്രമേ എനിക്കുള്ളൂ എന്ന് തെളിയിച്ചു തരാൻ വേണ്ടിയാ. കൈവിടുന്നതല്ല, ഉപേക്ഷിക്കുന്നതല്ല, ക്രിസ്തുവിലേക്ക് നമ്മളെ അടുപ്പിച്ചു നിർത്തുന്നതാണ്. അതാ കർത്താവോട് വന്നിച്ച് കരയുന്ന സഹോദരന്മാരടുത്തേക്ക് പോയില്ല. അവിടെ പുറത്ത് നിന്നു, ഗേറ്റിന്റെ വെളിയിൽ നിന്നു. നിന്ന ആൾക്കാർ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു, യേശു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ടെസ്റ്റാണ്. വേണമെങ്കിൽ നിനക്ക് പറയാം, അവിടെ വല്ലതും നിൽക്കട്ടെ. എവിടെ പോയി കിടക്കുമായിരുന്നു? എന്റെ സഹോദരൻ രോഗം പിടിച്ചു കിടന്നപ്പോ ഞാൻ ആളെ വിട്ടതാ, വന്നില്ല. എന്റെ സഹോദരൻ മരിച്ച വിവരം അറിഞ്ഞിട്ട് വന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോ വന്നിരിക്കുക. അവിടെ എങ്ങാനും നിൽക്കട്ടെ, വേണമെങ്കിൽ കയറി വരാൻ പറ. ഇല്ല. ആ സഹോദരിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ വിഗ്രഹം മുഴുവൻ ഉടഞ്ഞാലും ഞാൻ വിട്ടു പിരിയത്തില്ല. പിരിയ ബന്ധമാണിത്, പിരിയ ബന്ധമാണിത്, പിരിയ ബന്ധമാണിത്, യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത ബന്ധമാണിത്. പ്രതിസന്ധിയുടെ തീച്ചൂളകൾ പിടിച്ചു കളയാൻ പറ്റാത്ത ബന്ധമാണിത്. കൊടുങ്കാറ്റിന്റെ നടുവിൽ തളർന്നു പോകാത്ത ബന്ധമാണിത്. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയാലും തളരാത്ത ബന്ധമാണിത്. എന്റെ കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണ്. സ്തോത്രം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്.
ഏത് പ്രൊമോഷനും പുറകിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു ടെസ്റ്റ് ഇല്ലാതെ പ്രൊമോഷൻ ഇല്ല. 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ ഒരു പരീക്ഷ എഴുതിയേ പറ്റും. ഒരുപക്ഷെ അതിന് മാർക്കിടുന്ന അധ്യാപകൻ ഭയങ്കര ജനറസ് ആയിരിക്കാം. അതെന്തൊക്കെ ആവട്ടെ, പക്ഷെ പരീക്ഷ എഴുതാതെ പ്രൊമോഷൻ ഇല്ല. പ്രിയ ദൈവമക്കളെ, ചില മറുപടികൾ വൈകുന്നത് ചിലപ്പോ ചില പ്രൊമോഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടാണെങ്കിലോ, നമ്മൾ പറയുന്ന സമയത്ത് ദൈവം ചില കാര്യങ്ങളെ ചെയ്താൽ ചില പദ്ധതികൾ നടക്കത്തില്ലായിരിക്കാം. ദൈവത്തിന്റെ ആദ്യന്തമായ പദ്ധതിയിൽ ഏറ്റവും ബെസ്റ്റ് തമ്പുരാന്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില മറുപടികൾ വൈകുന്നത്. ഒരു ടെസ്റ്റ് ആയിരിക്കാം. ഈ ടെസ്റ്റിന്റെ നടുവിൽ എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയട്ടെ, അപ്പാ എത്ര വൈകിയാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ആത്മീയതയെ ഞാൻ ക്ഷീണിക്കില്ല. ഇത് വൈകിയല്ല, കർത്താവ് ഒരിക്കലും മറുപടി തരാതിരുന്നാൽ പോലും ഞാൻ ക്ഷീണിക്കത്തില്ല. കാരണം ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കാതെ വണ്ണം ഞാൻ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണെന്ന് പറയുമ്പോഴേ കർത്താവിന്റെ നോ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ചിലപ്പോ ചില നോ കാരണമല്ലേ നമ്മൾ ചില വഴികൾ കണ്ടുപിടിച്ചത്. ചിലപ്പോൾ ചില നോ കർത്താവ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ചിലപ്പോൾ ചില സംഘർഷങ്ങളിലൂടെ നമ്മൾ പോയില്ലായിരുന്നുവെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ നടക്കുന്ന വഴികളിലേക്ക് നമ്മൾ വരികയില്ലായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കടന്നുപോയ സംഘർഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ സംഘർഷങ്ങളുടെ ആഴങ്ങളിലൂടെ പോയപ്പോ ആമേൻ, സ്തോത്രം, നമ്മൾ ഓർത്തില്ല ഇത് ദൈവം ചില പുതിയ വഴികൾ തുറക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ആയിരിക്കുന്ന വഴികളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ഒരു വഴി അടയ്ക്കുന്നതായിരുന്നു. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ മനോഹരമായ ഒരു ചർച്ച രൂപപ്പെട്ടതിന്റെ പുറകിൽ ഒരു ഭയങ്കര സംഘർഷത്തിന്റെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഒത്തിരി കണ്ണുനീരിന്റെ ചരിത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് സംഘർഷം അതങ്ങ് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഞായറാഴ്ച ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും ഫാമിലി ഉണ്ട് വണ്ടിയില്. അവൻ സ്തോത്രം, എനിക്കങ്ങ് സംഘർഷം സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് റിലാക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിപ്പോവും. പറ്റത്തില്ല, അതുപോലത്തെ സംഘർഷത്തിലൂടെ ഞാൻ പോയി. അന്നൊരു ഞായറാഴ്ച ഒരു 3 മണി സമയമായെന്ന് തോന്നുന്നു. അവൻ സ്തോത്രം, ഞാൻ നേരെ വണ്ടി എടുത്ത് ഫാമിലിയെ കയറ്റി ഇവിടെ ഒരു നോക്കങ്ങ് പോയി. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വിചാരിച്ചു മൂന്നാറിന് പോയേക്കാം, വാഗമണ്ണിന് പോയേക്കാം. മനസ്സ് അന്ന് തണുപ്പിക്കാൻ പോയതാ. വാഗമണ്ണിൽ ചെന്നപ്പം 6 മണി 6 സമയം, ഏകദേശം ഇരുട്ടായി. അവിടുത്തെ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു, അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു. എന്തിനാണ് അങ്ങനെ ഒരു ട്രിപ്പ് നടത്തിയത്? അങ്ങനെ ആരെങ്കിലും അത്ര ദൂരം വണ്ടി ഓടിച്ചു എനിക്കറിയത്തില്ല. അതുപോലത്തെ സംഘർഷമായിരുന്നു. പക്ഷെ ആ സംഘർഷങ്ങളിലൂടെ പോയപ്പോ അവൻ സ്തോത്രം ആരും ഓർത്തില്ല, ദൈവം ഒരു വഴി അടയ്ക്കുന്നത് മറ്റൊരു വഴി തുറന്ന് വരുവാൻ വേണ്ടിയായിരുന്നു. അവൻ ഒരു വഴി അടയ്ക്കുന്നത് മറ്റൊരു വഴി തുറക്കുവാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അവൻ ശിവബ്രദറൊക്കെ കടന്നുപോയ സംഘർഷങ്ങള്. ഞാൻ താമസിക്കുന്ന മാങ്ങാനത്ത് വീട്ടിൽ ഒരു ദിവസം വൈകുന്നേരം ശിവബ്രദർ വന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘർഷത്തിന്റെ അങ്ങേ അറ്റമാണ്. എന്നോട് ശിവബ്രദർ പറഞ്ഞു, പാസ്റ്ററെ ഇവിടുന്ന് എഴുന്നേറ്റ് നമുക്ക് അപ്പുറത്ത് പോയിരിക്കാന്ന് പറഞ്ഞു. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അവൻ എന്നെ ബാൽക്കണിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഇരുട്ടത്ത് നിന്ന് ഒത്തിരി നേരം ഒത്തിരി സമയം ആ മാനസിക സംഘർഷത്തിൽ ശിവബ്രദറും കരഞ്ഞു ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അവിടുന്നൊക്കെ ആ സംഘർഷങ്ങളൊക്കെ തമ്പുരാൻ കർത്താവ് കൊണ്ടുവരുന്നത്, സ്തോത്രം, ഇവിടുത്തെ അപ്പുറത്തെ ഈ ഗോഡൌണിനകത്തിരുന്ന് എത്രയോ ദിവസങ്ങൾ സ്തോത്രം കരഞ്ഞ് ദൈവസ്ഥൽ ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച നിമിഷങ്ങൾ, ഇതെല്ലാം ഒരു സംഘർഷങ്ങൾ ഉണ്ടായത്
തമ്പുരാൻ കർത്താവ് അവൻ ചില ഡയറക്ഷനിലേക്ക് കടത്തിവിടാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വിശ്വാസത്തോടെ പറയാൻ, ദൈവമക്കളെ, നിങ്ങളൊരു സംഘർഷത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൻ ചില ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ മുൻപിൽ ഒരു പ്രൊമോഷനായിട്ട് ദൈവം ഒരുക്കിയിട്ടായിരിക്കാം ചില സംഘർഷങ്ങൾ ദൈവം തരുന്നത്. അവൻ ഭാരപ്പെടേണ്ട. സംഘർഷങ്ങളുടെ അപ്പുറത്ത്, ഒരു ടെസ്റ്റിന്റെ അപ്പുറത്ത് ഒരു പ്രൊമോഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം ഒരു പ്രൊമോഷൻ വെച്ചിട്ടല്ലാതെ അവൻ അകാരണമായൊരു സംഘർഷം അനുവദിക്കുകയില്ല. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തമ്പുരാന്റെ പദ്ധതികളൊന്നും വെറുതെയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന ഒരു ചർച്ചായിരുന്നു. ചർച്ചിലെ എല്ലാ ശനിയാഴ്ചകളും വൈകുന്നേരം അവിടെ ചെന്നിരുന്ന് ആ കാർപ്പറ്റ് നനയ്ക്കുന്ന കണ്ണുനീര് ഞാനവിടെ ഒഴുക്കിയിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് കയറി വന്ന ഒരു വ്യക്തി എന്നെ കളിയാക്കിയിട്ടുണ്ട്. കരഞ്ഞതിന്റെ പേരിൽ. എന്തിന്? ചർച്ചിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയതിന്റെ പേരിൽ. അവിടെ നിന്നൊക്കെ ആമേൻ, ആ സംഘർഷങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തിവിട്ടത് ആമേൻ, സ്തോത്രം, ഒരു പുതിയ ഡയറക്ഷന് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. ഒരു പുതിയ ഡയറക്ഷൻ വെയിറ്റ് ചെയ്യുമ്പോ ആമേൻ, സ്തോത്രം, കർത്താവിന്റെ ആമേൻ നോ. ചിലപ്പോൾ ആമേൻ, ദാവീദിനോട് കർത്താവ് പറഞ്ഞു, നീ ആലയം പണിയണ്ട. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു ആലയം പണിയണ്ട. അപ്പൊ ദാവീദിനോട് കർത്താവ് അങ്ങനെ പറഞ്ഞു. എങ്കിലും കർത്താവിന്റെ ഒരു പദ്ധതി ദൈവം പിന്നീട് അവിടെ നിറവേറ്റി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ അക്കരെ കടക്കത്തില്ല. നോ, അങ്ങനെ പറഞ്ഞു. അത് ദൈവം പറഞ്ഞത് അവൻ സ്തോത്രം, മോശയ്ക്കത് എത്ര വലിയ നോയാണെങ്കിലും, എത്ര വലിയ സ്വപ്നങ്ങളോട് ദൈവം നോ പറയുന്നതാണെങ്കിലും, എത്ര വലിയ നോയാണെങ്കിലും കർത്താവിന്റെ മുമ്പിൽ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അപ്പം കർത്താവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് കർത്താവിന്റെ നോ എന്ന് പറയുന്നതിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ചില നോ ഇറ്റേണിറ്റിയുടെ ഫുൾഫിൽമെന്റ് വരെ നോയായി. ആ നോ വരെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ദൈവമക്കൾക്ക് വേണം. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പം കർത്താവിന്റെ നോ ഒരു റിഡംപ്റ്റീവ് ആയിട്ടുള്ള നോ ആയിരിക്കും. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് ഹംബിൾ ആക്കാൻ വേണ്ടി. ചിലപ്പോൾ നോ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അങ്ങ് പൂർണ്ണമായി ആശ്രയിക്കത്തില്ല, കർത്താവിന്റെ സന്നിധിയിൽ വിധേയപ്പെടുത്തത്തില്ല, ഹ്യൂമിലിറ്റി ഉണ്ടാവില്ല. അതിനുവേണ്ടി ചിലപ്പോൾ കർത്താവ് നോ പറയും. അങ്ങനെ എത്രയോ അർത്ഥങ്ങൾ ആ പശ്ചാത്തലം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കർത്താവ് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, കർത്താവിന്റെ ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഒന്നും കൂടെ തിരിച്ചു വന്നാൽ ഇങ്ങനെയാണ്. അതിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് 41-ാമത്തെ വാക്യം. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവ് തൻ്റെ കണ്ണുകൾ മേലോട്ട് ഉയർത്തി. അപ്പൊ പ്രാർത്ഥിക്കാൻ നേരത്ത് എന്തിനാണ് ഇങ്ങനെ മേലോട്ട് കണ്ണുയർത്തി നോക്കി പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ അതൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ആണ്. സ്വർഗത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരാളുള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ലോകത്തിൽ എത്രയോ പേരുടെ കണ്ണ് താണ് കിടക്കുക, തല വെക്കാൻ പറ്റാത്തതുപോലെ. സ്തോത്രം. അവര് താഴോട്ട് നോക്കി വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് നടുവില് ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പം ഉന്നതത്തിലേക്കും മേളിലേക്കും നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ആത്മധൈര്യമല്ലേ. എന്നെ കേൾക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ കർത്താവ് ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ള ധൈര്യത്തെക്കാളും വലിയൊരു ധൈര്യം വേറെ ഇല്ല. ഇതിനേക്കാളും വലിയൊരു ധൈര്യം വേറെ ഇല്ല. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവെന്ന് പറയുന്ന ഒരു വാക്യം. അതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് പറയുന്ന ഒരു വാക്യം. സ്തോത്രം. നോക്കേണ്ട ഇടത്തേക്ക് നമ്മൾ നോക്കിയാൽ, നമ്മൾ കാണേണ്ടവനെ കണ്ടാൽ നമ്മുടെ കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ് മാറും.
വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടെന്ന് വിചാരിക്കും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യത്തെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തി കടന്നു പോകുന്ന സഫറിങ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ സഫറിങ്. ഈ വ്യക്തി ചോദ്യങ്ങൾ ചോദിക്കുക എന്നോട്, ഉത്തരവില്ലാത്ത ചോദ്യം. എനിക്ക് ഉത്തരവില്ല. എന്തുകൊണ്ട് എനിക്ക് ഉത്തരവില്ല? എന്തുകൊണ്ടെന്ന് ആ വ്യക്തി ചോദിക്കുന്ന ഉത്തരവില്ല. അതിനൊരു ഉത്തരം അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് അദ്ദേഹത്തോട് പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മുമ്പിൽ ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് തരാനില്ല, ആർക്കും ഇല്ല. പക്ഷെ ഒരു കാര്യം നമുക്കുണ്ട്, നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ, ഞാൻ കാണുന്നത് എന്റെ രോഗമാണ്. രോഗം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ രോഗത്തിന്റെ തീവ്രത മാത്രമേ ഭാവനയിൽ കാണൂ. വേറൊന്നും കാണാൻ എന്റെ കണ്ണുകൾ അനുവദിക്കത്തില്ല. എന്റെ രോഗത്തിന്റെ ഭീകരത കാണും തോറും മാനസികമായി ഞാൻ തളർന്നുകൊണ്ടിരിക്കും. എന്റെ കണ്ണിൽ ഇരുട്ട് കയറിക്കൊണ്ടേയിരിക്കും. അതിന് ആർക്കും എന്നെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം എന്റെ ചോയ്സ് ആണത്. എന്റെ അവസ്ഥയിൽ നിന്ന് മാനുഷികമായ ഏക ചോയ്സ് അതേ ഉള്ളൂ. പക്ഷേ അതിനു പകരം എന്റെ കണ്ണ് മേലോട്ട് ഉയർത്തിയാൽ എന്ത് സംഭവിക്കും? എന്റെ കർത്താവിനെ ഞാൻ കാണും. എന്റെ കർത്താവിനെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിനോട് ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോ കർത്താവിന്റെ നിശബ്ദത തന്നെ ഒരു മറുപടി ആയിരിക്കും. ചിലപ്പോ കർത്താവിന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കും. ചിലപ്പോ കർത്താവ് എനിക്ക് ആ തീച്ചൂളയുടെ നടുവിൽ ചില വെളിപ്പാടുകൾ തന്നെങ്കിലോ. നമുക്ക് പറഞ്ഞു വിടാൻ ഭയങ്കര ഈസിയാണെന്ന് എനിക്കറിയാം. സംഘർഷത്തോടെ പോകുമ്പോഴേ അതിന്റെ ഭാരം അറിയത്തുള്ളൂ. പക്ഷെ പുഴുവരിക്കുന്ന ശരീരത്തിൽ ഒട്ട് കഷ്ണം എടുത്ത് ഇങ്ങനെ ചരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമത്തിന് സ്തുതി. അതൊരു അത്ഭുതമാണെന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്ക്ലെയിം ചെയ്യാം. ഇല്ലെങ്കിൽ അതൊക്കെ പറയാൻ അദ്ദേഹത്തിന് പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞിരിക്കാം. പക്ഷെ ഒരു ചോയ്സ് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കാൻ പറ്റിയ രക്ഷപ്പെടും. ഏതെങ്കിലും ചില നിമിഷങ്ങളിൽ ശബ്ദം കേൾക്കാൻ ആ കാത് തുറന്ന് നമ്മൾ ഈ സാഹചര്യത്തെ മുഴുവൻ എവിടെ എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലത്തെ കാര്യം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ദൈവം എനിക്ക് അടി തന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിപ്പന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടും. അവരും ഇവരും എനിക്കെതിരെ ചെയ്തതിന്റെ അനന്തരഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൈരാഗ്യമാണ് അതിന്റെ ബാക്കി അനന്തരഫലം. ഈ രോഗത്തിന്റെ തീവ്രത ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. ഇത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇങ്ങനെ ചാവത്തേ ഉള്ളൂ. നിരാശയാണ് അതിന്റെ അനന്തരഫലം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ കറക്റ്റാണ്. ഇത് ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ജോർജ് സാമുവൽ സാറിന് ഒരു മോനുണ്ടായിരുന്നു. 18 വയസ്സെങ്ങാണ്ടോ, ഇത് 24 വയസ്സോ, ചെറുപ്പത്തിലാണ് മരിക്കുന്നത്. അപ്പൊ ഇവൻ മരിക്കുന്നതിന് മുൻപ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കാരണം തളർന്നു കിടക്കുന്ന ആളാണ്. അവൻ പറഞ്ഞ കാര്യങ്ങളെ എഴുതിയിട്ടാണ് പുസ്തകമാക്കിയത്. അപ്പൊ ഇവന് ഒരു ദിവസമൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എന്നെ ശുശ്രൂഷിക്കാൻ വന്ന നേഴ്സിനോട്, അവൻ പെർമനന്റ് ആയിട്ട് ഹോസ്പിറ്റൽ വാസമൊക്കെ ഉണ്ടായിരുന്നു, കുറേ നാളുകളൊക്കെ ഹോസ്പിറ്റലായി. അപ്പൊ ഇന്ന് വന്ന നേഴ്സിനോട് ഞാൻ അങ്ങോട്ട് ചിരിച്ചു കാണിച്ചു. ആ നേഴ്സ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്നതിന് തൊട്ടിപ്പുറത്ത് യേശുപ്പച്ചൻ നിൽപ്പുണ്ട്. ഞാനും യേശുപ്പച്ചനും നമ്മളുടെ ബന്ധത്തിൽ നിന്നാണ് ഞാൻ ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ആ നേഴ്സിനൊരു ഭയങ്കര ഒരു തണുപ്പായിട്ട്, ആത്മാവിലൊരു തണുപ്പായിട്ട് മാറി. എനിക്കിന്നൊരു മിഷണറിയാകാൻ കഴിഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് തന്റെ ഡയറിയുടെ ഒരു ദിവസത്തിന്റെ അനുഭവമാണ്. അപ്പൊ അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഒരു ദിവസം എന്ന് പറയുന്നത് തന്റെ രോഗത്തെ കാണാനോ തന്റെ വേദനയെ കാണാനോ തനിക്ക് ഈ ഭൂമിയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കാൻ പോകുന്നത് കാണാനോ ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു അത് വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കണ്ണ് കർത്താവിൽ ഒരു പിടിവള്ളിയും കാണുന്നില്ലെങ്കിലും കർത്താവിനെ തന്നെ നോക്കി നമുക്ക് ജീവിക്കാൻ ദൈവമക്കളെ. മുങ്ങി താഴുമ്പോ ഒരു കച്ചിത്തുരു പോലെ കിട്ടാതില്ലെങ്കിലും കർത്താവിന്റെ കണ്ണുകളെ നീ കാണ്. ആ തിരുമാലയുടെ മുകളിൽ അവൻ നടന്നു വരും.
ആ ഭീതിപ്പെടുത്തി ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന തിരമാലയുടെ മുകളിൽ ആ കാൽപാദം വെച്ചവൻ വരും. ഞാൻ കൈ നീട്ടിപ്പിടിച്ച് നിലവിളിച്ചോണ്ട് പോരാ, അപ്പോ ഞാൻ മുങ്ങുന്നു. അവൻ ആ കൈ പിടിക്കും. പത്രോസേ, നീ എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞ് തിരമാലയുടെ മുകളിലേക്ക് നിർത്തും. അത് നിർത്താൻ ആ കർത്താവിന് പറ്റും. ആദ്യം കർത്താവ് ചെയ്തത് കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തി. എന്നിട്ട് കർത്താവ് ചെയ്തത്, അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവിടെ നിന്നൊരു പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചല്ല കർത്താവ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നുവെങ്കിലും പൂർണ്ണ ദൈവമായിരുന്നു. ഒരു വാക്ക് നേരെ അങ്ങ് കൽപ്പിച്ചാൽ മതിയായിരുന്നു. കർത്താവ് കാണിച്ചതെല്ലാം മാതൃകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാതൃക എന്താന്ന് ഞാൻ പറയാമോ? ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ആള് എനിക്ക് ആരാണ്? ഭീതിപ്പെടുത്തുന്ന ഒരു മൂർത്തിയാണോ? എന്നെ കൊല്ലാൻ വാളുമായിട്ട് നിൽക്കുന്ന, നാക്കും നീട്ടി പല്ലും തള്ളി നിൽക്കുന്ന ഒരു മൂർത്തിഭാവമാണോ? വിളിച്ചത് എന്നാന്നറിയാവോ? പിതാവേ. ലോകത്തിൽ പ്രൊട്ടക്ഷന്റെ, സംരക്ഷണത്തിന്റെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ ഏറ്റവും ഉദാത്തമായൊരു പദമാണ് അപ്പ. സ്നേഹിക്കുന്ന ഒരു അപ്പൻ, കരുതുന്ന അപ്പൻ, കൂടെ ഇരിക്കുന്ന അപ്പൻ. ചിലർ അപ്പൻ എന്ന് വിളിക്കും, ചിലർ പപ്പ എന്ന് വിളിക്കും, ചിലർ ഡാഡി എന്ന് വിളിക്കും. അല്ലാതെ ഫോർമാലിറ്റി കാണിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വേണമെങ്കിൽ ചെല്ലാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ബന്ധം അനുസരിച്ചിരിക്കും. പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ നമ്മള് പ്രാർത്ഥിക്കുന്ന വാചകങ്ങളൊന്നും അവിടുത്തെ ഗ്രാമറും ഇതൊന്നും വിഷയമായിക്കൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് കേൾക്കുന്നവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചല്ല പ്രാർത്ഥിക്കുന്നത്. ഹൃദയം അങ്ങോട്ട് പകരുക. എന്നെ കാര്യം അറിയാമോ? ഞാൻ വിളിക്കുന്ന ആള് ഞാനും നമ്മളൊരു ബന്ധമുണ്ട്. ഈ ബന്ധം എനിക്ക് തന്നത് ലോകത്തിൽ ഏറ്റവും വലിയ കൃപയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ബൈബിള് തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് തുറന്ന് ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ പറ്റുന്ന ഒരു ആത്മീക സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ദൈവസന്നിധി ചെന്ന് മുഴങ്കാലിരിക്കുമ്പോൾ കൂട്ടുവാ വരുന്നതിന് പകരം ദൈവസന്നിധി ചെന്ന് മുഴങ്കാലിരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം ഭൂമിയിൽ ഇല്ലെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. ഒരു പാപം ചെയ്താൽ, ഒരു കള്ളം പറഞ്ഞാൽ, ദേഷ്യപ്പെട്ടു പോയാൽ മനസ്സിനകത്ത് കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ ഭാരമുണ്ടായിട്ട് അത് റിസോൾവ് ചെയ്യാതെ നിൽക്കാനും നടക്കാനും കിടക്കാനും പറ്റാത്തതുപോലെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നന്ദി യേശുവേ, നന്ദി യേശുവേ. കർത്താവ് കാണിച്ചെന്ന പ്രാർത്ഥന മാറുക കേട്ടോ. എന്റെ പ്രാർത്ഥന ശരിക്കുമുള്ള പ്രാർത്ഥനയാകുന്നത് എന്റെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തെ 4 പേരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുള്ളപ്പോഴാണ്. ഞാൻ പാപത്തിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ഫോർമാലിറ്റി വിട്ട് ഒരു സ്റ്റെപ്പ് പോവാൻ എനിക്ക് പറ്റില്ല. അതിനുള്ള പ്രാഗൽഭ്യം കിട്ടില്ലെന്ന് ഞാൻ കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടും ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ അതിനെ കുരുക്കിപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിന് അറിയാം ഈ ടോൺ വെറും പ്രഹസനമോ, ഇതിനകത്ത് ഒരു കഥയുമില്ല. പക്ഷേ അപ്പനും മകനും എന്നുള്ള ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവവേദന ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ വാക്കുകൾ അവിടെ വിഷയമാകുന്നില്ല, സമയം അവിടെ വിഷയമാകുന്നില്ല.
സെന്റൻസും ഗ്രാമറും വിഷയമാകുന്നില്ല. അതാ യഥാർത്ഥ പ്രാർത്ഥന. സ്വർഗ്ഗമിറങ്ങി വരുന്ന പ്രാർത്ഥന, കല്ലറ തുറക്കുന്ന പ്രാർത്ഥന, മരിച്ചവൻ ഉയർക്കുന്ന പ്രാർത്ഥന, ലോകം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ അത്ഭുതത്തെ വിളിച്ചു വരുത്തുന്ന താക്കോൽ, അതാണ് ഈ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്ന് മാത്രമല്ല, കർത്താവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെയും കൂടെ ഉണ്ട്. പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ വിളിച്ചു പറയുന്നത് ഒരു ചരിത്രമാണ്. നമ്മളിത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വേദപുസ്തകത്തിൽ പല ആളുകളും പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു എലിമെന്റ് ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. നെഹമ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ ഈ ചരിത്രം ഓർത്തിട്ടാണ് പ്രാർത്ഥിച്ചത്. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ ചരിത്രം ഓർത്തിട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഇപ്പൊ ദൈവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് കർത്താവേ 2002 ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് എന്റെ പ്രാർത്ഥന കേട്ടത് ഞാൻ ഓർക്കുന്നു. 2005 ഇന്നൊരു വിഷയത്തിന് മുമ്പ് മുഴങ്കാൽ മടക്കി കരഞ്ഞപ്പോൾ ആ വിഷയത്തിൽ നടന്ന അത്ഭുതത്തെ ഞാൻ ഓർക്കുന്നു. 2018 ഇന്നൊരു കാര്യത്തിന്റെ നടുവിൽ ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ 2023 എന്നെ നടത്തിയത് ഞാൻ ഇത് വിളിച്ചു പറയണം. ഇത് പറയുമ്പോ ഇത് നടക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചോണ്ട് അവിടെ നിൽക്കുന്ന പിശാചി ലജ്ജിച്ചോടും. കാരണം നീ വിളിച്ചു പറയുന്നത് നിന്റെ അനുഭവമാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ആത്മീയ അനുഭവമാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇതങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നോക്കിയേ, ആ പ്രാർത്ഥനയിൽ സ്വർഗ്ഗം ഇറങ്ങുന്നത് കാണാം, കല്ലറ തുറക്കുന്നത് കാണാം, മരിച്ചവൻ പുറത്തു വരുന്ന അത്ഭുതം നടക്കുന്ന പ്രാർത്ഥന. Praise the Lord. Hallelujah. അപ്പം എപ്പോഴും എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നു എന്ന് എടുത്തു പറഞ്ഞേച്ച് നീ അടുത്തത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്നത് മിഷണൽ പ്രയർ. ഇവിടെ ഒരു മിഷനാണ്. ഇപ്പൊ എന്താണ് ഈ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, കർത്താവേ അങ്ങയുടെ പദ്ധതി ഈ നിൽക്കുന്നവർ കാണേണ്ടത്. എന്റെ കാര്യം നടക്കേണ്ടതിനല്ല, എനിക്കിവിടെ പ്രശസ്തി കിട്ടിയോ, എനിക്കിവിടെ കാര്യങ്ങൾ എന്റെ വിഷയം അങ്ങ് മാറ്റി വെച്ചിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങ് എന്നിലൂടെ ആഗ്രഹിക്കുന്നത് നടക്കാൻ വേണ്ടി. എന്റെ ജീവിതം ഒരു ദൗത്യമാകുന്ന പ്രാർത്ഥന. വലിയ പ്രാർത്ഥനയാണ് ദൈവമക്കളെ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എനിക്ക് അത് തരണേ ഇത് തരണേ എന്നുള്ളതെന്ന് കവിഞ്ഞ് മുകളിലേക്ക് ഒത്തിരി പോകാൻ കിടക്കുന്നു എന്നല്ലേ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. കർത്താവേ എന്നെ അങ്ങയുടെ സാക്ഷ്യമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സെൽഫില്ലാത്ത, സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. രഹസ്യ പ്രാർത്ഥനയാകാം, പരസ്യ പ്രാർത്ഥനയാകാം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ കണ്ട ഈ ഒരു വേദഭാഗം കർത്താവ് പ്രാർത്ഥിച്ചതും ആ പശ്ചാത്തലവും കൂടെ ചേർത്ത് ധ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നല്ലോ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് വിലയിരുത്താനും പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനും അതിനൊക്കെ ഒരു പുനഃസ്ഥാപനം ഉണ്ടാകാനും ഇന്ന് ഈ ചിന്തകൾ കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ദിവസം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വചനത്തിന് അടിസ്ഥാനമായിട്ടും കർത്താവ് കാണിച്ചു തന്ന പോലെ, കർത്താവ് തന്ന മാതൃക പോലെയും ഒക്കെ ആകാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ദൈവം നമുക്ക് ഏവർക്കും തരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിലേക്ക് വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ